എല്ലാവർക്കും നമസ്കാരം. ആരുടെ അടുത്താണ് ഭഗവാൻ വളരെ വേഗം പ്രസാദിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആരുടെ അടുത്താണ് ഭഗവാൻ വളരെ വേഗം പ്രസാദിക്കുന്നത്? എത്തരത്തിലുള്ള ഭക്തൻ വിളിച്ചാലാണ് ഭഗവാൻ ഓടിയെത്തുന്നത്? ഏത് ഭക്തൻ്റെ കണ്ണുകൾ നിറയുമ്പോഴാണ് ഭഗവാന് വ്യസനമുണ്ടാവുന്നത്? ഭഗവാനെ നിരന്തരം സ്മരിക്കുന്ന ഒരു മനസ്സ് ഏത് ഭക്തനാണോ ഉള്ളത്, അവൻ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവനായിരിക്കും. കൂടുതൽ മൂല്യമേറിയ വസ്തുക്കൾ ഭഗവാന് മുന്നിൽ കാഴ്ചവെച്ചതുകൊണ്ടോ നേർച്ചകളും വ്രതങ്ങളും അനുഷ്ഠിച്ചതുകൊണ്ടോ ഒരുവനും ഭഗവാന്റെ പ്രിയനാകുന്നില്ല. ഭഗവാന് പ്രിയപ്പെട്ടവരിൽ ഒരാളായി മാറാൻ നിർമ്മല ഭക്തി ഒന്നു മതി. ഒപ്പം ഭഗവാനെ നിരന്തരം സ്മരിക്കുന്ന ഒരു മനസ്സും. ഭഗവാൻ ഒരിക്കലും എത്ര തവണ നാമം ജപിച്ചു എന്ന് കണക്കെടുക്കാറില്ല. അങ്ങനെ കണക്ക് നോക്കി ജപിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ കണക്കിലാകും. അതിലും എത്രയോ പ്രിയമാണ് ഭഗവാനെ മനസ്സറിഞ്ഞു ജപിക്കുന്ന നാമത്തിൽ. ഭഗവാന് വേണ്ടി മൂല്യമേറിയ ഒന്ന് കാഴ്ചവെക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ഭക്തനോടാണ്. അല്ലാതെ ഈ പ്രപഞ്ച പരിപാലകനായ ഭഗവാന് കേവലന്മാരായ മനുഷ്യർ കാഴ്ചവെക്കുന്ന വസ്തുക്കളിൽ എന്താഗ്രഹമാണുള്ളത്? ഭഗവത് സ്മരണ നിരന്തരമുള്ള ഒരുവൻ ഒരു പൂവ് സമർപ്പിച്ചാലും ഭഗവാൻ അത് സസന്തോഷം സ്വീകരിക്കും. എന്നാൽ സ്വന്തം കേമത്വം കാണിക്കാൻ ഒരുവൻ മൂല്യമേറിയ ഒന്ന് ഭഗവാന് സമർപ്പിച്ചാൽ ആ പൂവിൻ്റെ മൂല്യം ഇതിലും വലുതായിരിക്കും ഭഗവാന്. ഭഗവാന് ഒന്നും വേണ്ട. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. അതിനാൽ പരമപ്രേമത്തോടെ ഭഗവാന് ഇഷ്ടമുള്ളത് സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ കൈവശമുള്ളത് ഇല്ലാത്തവർക്കായി ദാനം ചെയ്യാം. അപ്പോഴാണ് ഭഗവാൻ പ്രസന്നനാകുന്നത്. കരുണാമയനായ ആ ഭഗവാന് ഒന്നേ വേണ്ടൂ, നിഷ്കളങ്ക ഭക്തിയുള്ള മനസ്സ്. നിരന്തരം ഭഗവാനെ സ്മരിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സ് കൈവശമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം ആ മനസ്സിൽ നോവുകൾ അലട്ടാനോ വേദന ഉണ്ടാവാനോ ഭഗവാൻ അനുവദിക്കില്ല. കാരണം നിരന്തരം കൃഷ്ണസ്മരണ ഉള്ള ഒരു മനസ്സിനെ സദാ ഭഗവാനും സ്മരിക്കുന്നു. അപ്പോൾ ആ മനസ്സ് നൊന്താൽ ഭഗവാനും നോവും. അതിനാൽ നിരന്തരം ഭഗവാനെ സ്മരിക്കുക, അവിടുത്തെ നിഷ്കളങ്ക ഭക്തിക്കായി യാചിക്കുക. അങ്ങനെയുള്ള ഏതൊരു ഭക്തനാണോ അവൻ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടവനാകുന്നു. ഭഗവാൻ സദാ അവനിൽ വസിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ.